സംസ്ഥാനത്തിനുള്ള SSK ഫണ്ട് തടഞ്ഞ കേന്ദ്രം. PM ശ്രീയിൽ നിന്ന് പിന്മാറിയതോടെയാണ് കേന്ദ്ര സർക്കാർ ഫണ്ട് തടഞ്ഞത്. PM ശ്രീയിൽ ഒപ്പിട്ടതിന് പിന്നാലെ വിദ്യാഭ്യാസ വകുപ്പ് SSK ഫണ്ടിനായി പ്രപ്പോസൽ നൽകിയിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയുമായി ചർച്ചയും നടത്തി. 971 കോടി രൂപയാണ് കേന്ദ്രം നൽകാനുള്ളത്. വിജിൻ വായാന്തോട് ചേരുന്നുണ്ട്. വിജിൻ, ഇതിപ്പോൾ ഈ തടഞ്ഞുവെച്ച SSK ഫണ്ടിന് വേണ്ടിയാണ് PM ശ്രീയിൽ ഒപ്പിട്ടത് എന്നുള്ളൊരു വിശദീകരണമായിരുന്നു സംസ്ഥാനം നൽകിയിട്ടുണ്ടായിരുന്നത്. മാത്രവുമല്ല, എപ്പോൾ ഒപ്പിടുന്നോ അന്ന് അർദ്ധരാത്രിക്കുള്ളിൽ തന്നെ ഈ ഫണ്ട് നമുക്ക് ലഭ്യമാകുമെന്നൊക്കെയുള്ള ഒരു വാഗ്ദാനമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താണ് അവിടെ നടന്നത്? അമൃത, PM ശ്രീ കരാറിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകുന്നു എന്ന സാഹചര്യം മനസ്സിലാക്കിയാണ് കേന്ദ്ര സർക്കാർ നിലവിൽ SSK ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ തടഞ്ഞുവെക്കാൻ വീണ്ടും തീരുമാനമെടുത്തത്. നേരത്തെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട ശേഷം ഉടൻ തന്നെ ഫണ്ട് പാസാക്കാം എന്നുള്ളതായിരുന്നു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിക്ക് നൽകിയ ഉറപ്പ്. നേരത്തെ ഉന്നത ഉദ്യോഗസ്ഥ തലത്തിൽ ഉള്ള ചർച്ചകളിലുമൊക്കെ ആ ഉറപ്പ് നൽകുകയും ചെയ്തതാണ്. പക്ഷേ ആ ഉറപ്പ് PM ശ്രീ പദ്ധതിയിൽ CPI എതിർപ്പറിയിക്കുകയും അതിന്റെ ഭാഗമായി വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാവുകയും കരാർ മരവിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ പോവുകയും ഒക്കെ ചെയ്ത ഘട്ടത്തിലാണ് നിലവിൽ ഫണ്ട് നൽകേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ V. ശിവൻകുട്ടി തന്നെ അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത് ഫണ്ടിനായുള്ള സമ്മർദ്ദം വീണ്ടും തുടരും, ചർച്ചകൾ തുടരും എന്നുള്ളതാണ്. ഫണ്ട് തരില്ല എന്ന് ഏതായാലും അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രതീക്ഷ ഇപ്പോഴും സംസ്ഥാന സർക്കാരിനുണ്ട്, വിദ്യാഭ്യാസ വകുപ്പിനുണ്ട് എന്ന കാര്യമാണ് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുന്നത്. എന്തായാലും ഫണ്ട് അത്ര പെട്ടെന്ന് ലഭിക്കാനുള്ള സാധ്യത എന്തായാലും നിലനിൽക്കുന്നില്ല. കാരണം കേന്ദ്ര സർക്കാർ ഒരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് സംസ്ഥാനങ്ങൾക്ക് ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെടുന്നില്ലെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പുവെക്കുന്നില്ലെങ്കിൽ ഫണ്ട് തടഞ്ഞുവെക്കുക എന്നൊരു തീരുമാനമെടുത്തത്. PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പിട്ടതിലൂടെ ഒരു രാഷ്ട്രീയ വിജയം ഉണ്ടായി എന്നുള്ളതാണ് BJP തന്നെ കണക്കുകൂട്ടുകയും ചെയ്തത്. അതിന്റെ ഭാഗമായിട്ടുള്ള പ്രസ്താവനകൾ BJP നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിൽ നിന്ന് രാഷ്ട്രീയപരമായ നയവ്യതിയാനം ഉണ്ടായി എന്ന കാരണങ്ങളൊക്കെ കാട്ടിയാണ് CPI വലിയ പ്രതിഷേധമുയർത്തുകയും പദ്ധതിയിൽ നിന്ന് തങ്ങൾ പിന്മാറുകയാണ്, അത് മരവിപ്പിക്കുകയാണ്, പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ പിന്നീട് എത്തുകയായിരുന്നു. LDF എത്തുകയായിരുന്നു. അതിനായി ഒരു ഉപസമിതി ഉൾപ്പെടെ തീരുമാനിക്കുകയും ആ ഉപസമിതി ചർച്ച ചെയ്ത ശേഷം ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ഒരുപക്ഷെ ചീഫ് സെക്രട്ടറി നൽകുന്ന കത്ത് ആ പദ്ധതി മരവിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ മാനദണ്ഡങ്ങളിൽ ഇളവ് വേണം എന്നൊക്കെ ചൂണ്ടിക്കാട്ടി നൽകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതിനുള്ള കരട് ഉൾപ്പെടെ നിലവിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ നിരീക്ഷിച്ചാണ് കേന്ദ്ര സർക്കാർ നിലവിൽ ആ ഫണ്ട് പാസ്സാക്കാതെ ഇപ്പോഴും മാറ്റിവെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അഡീഷണൽ സെക്രട്ടറി അദ്ദേഹവുമായൊക്കെ ചർച്ച നടത്തിയിരുന്നു. K. വാസുകി ഉൾപ്പെടെയുള്ളവർ ആ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തു. പക്ഷേ ഫണ്ട് നൽകാം, തടഞ്ഞുവെക്കുന്ന ഒരു സാഹചര്യമില്ല, നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ നൽകാം എന്നുള്ളതാണ് ആ ഘട്ടത്തിൽ ഈ അഡീഷണൽ സെക്രട്ടറി ഉറപ്പ് നൽകിയത്. പക്ഷേ ഇതുവരെയായും ഈ ഫണ്ട് ലഭ്യമായിട്ടില്ല. 2 ദിവസം മുമ്പായിരുന്നു ഈ ചർച്ച നടക്കുകയും ചെയ്തത്. 24 മണിക്കൂറിനുള്ളിൽ തന്നെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടാൽ ഫണ്ട് നൽകാം എന്നുള്ളതായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വാഗ്ദാനം. പക്ഷേ ഇതുവരെയും അത് പാലിക്കപ്പെട്ടിട്ടുമില്ല. അതിങ്ങനെ നീണ്ടുപോകാനുള്ള സാധ്യത തന്നെയാണ് നിലവിൽ കാണുന്നത്. എന്തായാലും 10-ാം തീയതിയാണ് വിദ്യാഭ്യാസ മന്ത്രി ദില്ലിയിലേക്ക് പോകുന്നത്. 10-ാം തീയതി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ ഒന്നുകൂടി കാണാനുള്ളൊരു നീക്കവും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദത്തിൽ ഫണ്ട് വാങ്ങിയെടുക്കുക, 971 കോടിയാണ് SSKയ്ക്കായി ലഭിക്കേണ്ടത്, ആ ഫണ്ട് കൈപ്പറ്റുക എന്നുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. പക്ഷേ ഈ 2 വർഷമായി ഇത്തരം സമ്മർദ്ദങ്ങൾ നിരന്തരമായി സംസ്ഥാന സർക്കാർ തുടരുകയായിരുന്നു. പ്രധാനമന്ത്രിയെ നേരിട്ട് മുഖ്യമന്ത്രി കണ്ട ഘട്ടത്തിലൊക്കെ ഫണ്ട് പാസ്സാക്കണം, വിവിധ വിഹിതങ്ങൾ നൽകണം എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് PM ശ്രീ പദ്ധതിയിൽ പിന്നീട് താൽക്കാലികമായി ഒപ്പുവെക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത്. LDFിലോ മന്ത്രിസഭയിലോ ചർച്ച ചെയ്യാതെ അങ്ങനെ ഒരു നീക്കം നടത്തിയതിന് പിന്നിലും ഈ ബാക്കി വിഹിതങ്ങൾ ലഭ്യമാവേണ്ടതുണ്ട് എന്നുള്ള കാരണം ചൂണ്ടിക്കാട്ടി തന്നെയാണ്. മന്ത്രിസഭയിലോ LDFിലോ ചർച്ച ചെയ്താൽ വീണ്ടും അതൊരു നയപരമായ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി CPI എതിർക്കുകയും അത് നീണ്ടുപോവുകയും ചെയ്യും. ഇനി സംസ്ഥാന സർക്കാരിന്റെ കാലാവധി ഏകദേശം 6 മാസം മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് ഫണ്ട് നേടിയെടുക്കുകയും മറ്റ് പ്രവർത്തനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യാം എന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാർ ഉദ്ദേശിച്ചിരുന്നത്, CPM പ്രത്യേകിച്ച് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അതാണ് CPIയുടെ എതിർപ്പിനെ തുടർന്ന് അത്തരമൊരു നീക്കമൊക്കെ പാളുന്ന സാഹചര്യം ഉണ്ടായത്. നിലവിൽ എന്തായാലും ചർച്ച തുടരാനുള്ള തീരുമാനം തന്നെയാണ് കൈക്കൊണ്ടിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടാണ് വിദ്യാഭ്യാസ മന്ത്രി ദില്ലിയിലെത്തുമ്പോൾ ധർമ്മേന്ദ്ര പ്രധാനുമായി കൂടിയാലോചന നടത്താനുള്ളൊരു നീക്കം കൂടി ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുള്ളത്. അമൃത. ശരി വിജയ്. SSK ഫണ്ട് തടയുന്നത് തെറ്റെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കേന്ദ്ര നടപടി അപലപനീയമെന്നും ബിനോയ് വിശ്വം മീഡിയ വണ്ണിനോട് പറഞ്ഞു. PM ശ്രീയുടെ പേരിൽ SSK ഫണ്ട് പറഞ്ഞു വയ്ക്കുന്നത് അങ്ങേയറ്റം തെറ്റാണ്. SSK ഫണ്ടും PM ശ്രീയുമായിട്ട് വാസ്തവത്തിൽ ബന്ധമില്ല. ആ ബന്ധം ഉള്ളതായി സ്ഥാപിച്ചുകൊണ്ട് അതിന്റെ പേര് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ അവകാശപ്പെട്ട SSK ഫണ്ട് തടഞ്ഞു വയ്ക്കുന്ന രീതി അങ്ങേയറ്റം അപലപനീയമാണ്.
ഒറ്റക്കെട്ടായി അതിനെ കേരളം എതിർക്കും.